ഹായ് ചങ്ങൾ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയല്ലേ? അപ്പോൾ നമ്മളെ ഇന്ന് കുറച്ച് വാളമീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കറി ഉണ്ടാക്കാൻ പോകും. അപ്പോൾ നമ്മുടേതായ രീതിയിൽ കറി വയ്ക്കണം. ഇത് പലരും പല രീതിയിൽ കറി വയ്ക്കും. പല നാട്ടിലും പല നാട്ടിലും പല പേരിലറിയുന്നുണ്ട്. വാളമീൻ എന്ന് പറയും, ബെൽറ്റ് എന്ന് പറയും, തളയെന്ന് പറയും. പലരും പല രീതി. അപ്പോൾ നമ്മുടേതായ രീതിയിൽ നമ്മൾ കറി വയ്ക്കുന്നത് അത് കാണിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ചങ്കൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കുക. അപ്പോൾ നമുക്കിതൊന്ന് വൃത്തിയാക്കി എടുക്കാം. നമുക്ക് ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് പരിപാടിയൊക്കെ. ഇവിടെ ആരുമില്ല. അപ്പോൾ അവർ വരുമ്പോഴേക്കും നമുക്കത് കറിയൊക്കെ വെച്ച് കൂട്ടപ്പനാക്കി വെക്കാം. അപ്പോൾ നമുക്ക് വീട്ടുകാർ വരുമ്പോഴേക്കും ഇതൊക്കെ വെട്ടിക്കഴി മീൻ കറിയൊക്കെ റെഡിയാക്കി വെച്ചാൽ ഉഷാറായി. നമ്മളെ കല്ലുപ്പൊക്കെ ഇട്ട് നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് മീൻ. നമുക്കിതൊരു അരപ്പുണ്ടാക്കണം. നാളികേരം അരച്ചിട്ട് നമുക്ക് കറി ഉണ്ടാക്കണത്. അപ്പോൾ നമുക്ക് ആ അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നാളികേരം ഒന്ന് പുറം പൊളിച്ച് ചരണ്ടെടുക്കാനുണ്ട്. ശരിയാക്കട്ടെ. ഇപ്പോൾ നാളികേരത്തേക്ക് എന്താ വില? നമ്മുടെ നാളിൽ നല്ല അടിപൊളി നാളികേരം, നല്ല വലിയ നാളികേരം. അപ്പോൾ നമ്മൾ നാളികേരമൊക്കെ ചേർത്തെടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് പൊടികൾ ചേർക്കണം. നമുക്ക് ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, കാശ്മീരി മുളക് പൊടി ഒരു 3/4 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ. നമ്മൾ കുറച്ച് എടുത്തിട്ടുള്ളൂ. മീൻ കറിക്കും കുറച്ച് മല്ലിപ്പൊടി മതി. മല്ലിപ്പൊടി വേണമെന്നില്ല, എന്നാലും. അപ്പോൾ നമുക്കൊന്ന് നന്നായിട്ട് നിറച്ചെടുക്കാം. നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് നിറച്ചെടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം മതി. നമുക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നാളിനൊക്കെ അരച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് അരപ്പ് ശരിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഒരു 3 പച്ചമുളക് ഒക്കെ ചതച്ചിട്ട് എടുത്താണ്. എനിക്ക് മീൻ കറിക്ക് വയ്ക്കുമ്പോൾ ഇങ്ങനെ ചതച്ചെടുക്കണമല്ലോ. പിന്നെ ഒരു 5-6 ചെറുള്ളി, കുറച്ച് വലുപ്പമുണ്ട് ഉള്ളിക്ക്. പിന്നെ ഒരു തക്കാളി. നമ്മൾ അധികം പഴുക്കാത്ത കേട്ടോ തക്കാളി. പഴുത്തെടുത്താൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ പച്ചാകുമ്പോൾ ചെറിയൊരു പുളിപ്പുണ്ടാവും. പിന്നെ നമ്മൾ അരച്ച് വച്ചേക്കണ അരപ്പ് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് ഒന്ന് റെഡിയാക്കണം. അരപ്പിട്ട് പിന്നെ നമ്മൾ കുടപ്പുളി, നമ്മളിവിടെ കുടപ്പുളിയിട്ട് ഉപയോഗിക്കുക. പല സ്ഥലത്തും പല പുളി ഉപയോഗിക്കുന്നുണ്ട്. ചില ആൾക്കാർക്ക് ഈ കുടപ്പുളി ഇഷ്ടമല്ല, ചില ആൾക്കാർക്ക് വാളമ്പുളി ഇഷ്ടം, ചില ഏരിയയിൽ കുടപ്പുളി ഇഷ്ടം, വാളമ്പുളി ഇഷ്ടമല്ല. നമ്മളിവിടെ കുടപ്പുളിയാണ് സ്ഥിരം ഉപയോഗിക്കാറ്. അപ്പം കുടപ്പുളി വെള്ളത്തിലിട്ട് വെച്ച് ഇതിനകത്തിട്ട് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഗ്രേവിക്കായിട്ടുള്ള വെള്ളം. നിങ്ങൾക്ക് എത്രയോ ചാറ് വേണം അതിനനുസരിച്ച് വെള്ളം ഒഴിക്കുക. പക്ഷെ അധികം ലൂസാക്കാൻ പാടില്ല. അധികം ലൂസായ കറികളുടെ ടേസ്റ്റൊക്കെ പോകും. അപ്പോൾ നമുക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. മസാലയൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇത് അടപ്പത്ത് വെച്ച് തിളപ്പിക്കുക. തിളച്ചതിന് ശേഷം നമുക്ക് മീനിടാം. നമുക്ക് ഇത് അടപ്പത്ത് വയ്ക്കേണ്ട ഇത് തിളയ്ക്കണം കേട്ടോ. തിളച്ചിട്ട് നമുക്ക് മീനിടാം. തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് തിളയ്ക്കാനുള്ള ഉള്ളി നരിഞ്ഞെടുക്കണം. ഈ 2 പേപ്പർ കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് മൂടി വയ്ക്കാം. തിളച്ചോട്ടങ്ങൾ. അപ്പോൾ നമ്മുടെ മീനിൻ്റെ അരപ്പൊക്കെ തിളച്ച് കഴിഞ്ഞിട്ട് നമുക്കിഞ്ഞ് മീനിട്ട് കൊടുക്കാം. നമുക്ക് നല്ലൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. തിളക്കട്ടെ.
മീൻ ആവട്ടെ. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചങ്കകൾ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ മീൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഉപ്പൊക്കെ അങ്ങനെ നോക്കട്ടെ. ഉപ്പും പുളിയൊക്കെ പാകം. നമുക്കിത് ഒരു താളിപ്പ് റെഡിയാക്കാം. നമുക്ക് മീൻ കറിക്ക് നല്ല ഉള്ളി താളിക്കണം, അങ്ങനെ ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് താളിച്ചൊഴിക്കാം. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 മണി ഉലുവ, ചെറുള്ളി, നമ്മളെ മരത്തിൻ്റെ കയ്യിലാക്കി വേപ്പര. നമ്മൾ തീ ഓഫായതിനു ശേഷം മുളക് പൊടി, കാശ്മീരി മുളക് പൊടി കളർന്നു. നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തളയൻ മീൻ റെഡി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ചങ്കകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരും. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.